നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് തവണ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബാക്ക് പെയിൻ. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് ചികിത്സാ രീതികളെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജിം എഫ് വെള്ളാരയാണ്, കൺസൾട്ടന്റ് ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ്. സർ, പണ്ടൊക്കെയാണ് ആളുകൾ, കുറച്ച് ഏജ് ഉള്ള ആളുകളാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് ബാക്ക് പെയിൻ്റെ കാര്യം. പക്ഷേ ഇപ്പോൾ യങ്സ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളത്. വാട്ട് ഈസ് ആക്ച്വലി ബാക്ക് പെയിൻ? പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ പണ്ട് കാലത്ത് ഒരുപക്ഷെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ബാക്ക് പെയിൻ കംപ്ലയിൻറ്റ് ചെയ്യണത് ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രോബബ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയിരിക്കണം ബാക്ക് പെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കുറഞ്ഞു വരുന്നു. നമ്മുടെ ഇപ്പോൾ പഴയ ആൾക്കാർ, പ്രായമുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അധികം പേരും വളരെ ആക്റ്റീവായിരുന്നിരിക്കും, കൃഷിയിലോ പറമ്പിലോ ഇറങ്ങിയിട്ട്. അപ്പോൾ അവരുടെ മസിൽസൊക്കെ സാധാരണ നല്ലതായിരുന്നിരിക്കും. ഇപ്പോഴത്തെ സ്ഥിതിക്ക് നമ്മളധികവും ഒരു ഡെസ്ക് ജോബാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ മസിൽസൊന്നും അത്ര നല്ലതല്ല, നമ്മളുടെ സെഡൻറ്ററി ഹാബിറ്റ്സ് നല്ലതല്ല, നമ്മൾ കൂടുതൽ നേരം ഇരിക്കുന്നു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് പ്രോബബ്ലി ബാക്ക് പെയിൻ്റെ ആ റീസൺ കൂടുതൽ യങ്ങർ ക്രൗഡിൽ വരാനുള്ള കാരണം. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഓൾഡർ ഏജിലും ബാക്ക് പെയിൻ ഉണ്ട്, പക്ഷേ യങ്ങർ ക്രൗഡിൽ ഇപ്പോൾ കൂടുതൽ കാണുന്നുണ്ട്. ബാക്ക് പെയിനിന് പല കാരണങ്ങളുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും ഡിസ്ക് എന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഡിസ്കിൻ്റെ പെയിൻ എന്നാണ് പലപ്പോഴും പറയുക. പക്ഷേ ഡിസ്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കാവുന്ന കുറേ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. പക്ഷേ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു മേജർ പ്രോബ്ലമാണ് ബാക്ക് പെയിൻ. ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ഡിസ്ക് പെയിൻ മാത്രമല്ല നടുവേദനയ്ക്കുള്ള കാരണം എന്ന്. അപ്പോൾ മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ് നടുവേദനയ്ക്ക്? ഡിസ്ക് ഒരു കാരണമാണ്. പക്ഷേ നമ്മുടെ നട്ടെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ ഡിസ്ക് കൂടാതെ എല്ലുകൾ, പേശികൾ, ജോയിൻറ്റ്സ്, ഞരമ്പെന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ അത് നെർവാണ്. അതായത് ബ്ലഡ് ഓടുന്ന രക്തധമനികളല്ല, തലച്ചോറിൽ നിന്ന് വരുന്ന ഞരമ്പുകളാണ്. അപ്പോൾ ഈ ഞരമ്പുകളിൽ നിന്നും വേദനയുണ്ടാകാം. ഡിസ്കിൻ്റെ പെയിൻ കൂടാതെ മസിൽസിൽ നിന്ന് പെയിൻ വരാം, ജോയിൻറ്റിൽ തേയ്മാനം വരുമ്പോൾ അതുകൊണ്ട് വരാം. അപ്പോൾ ആക്ച്വലി നട്ടെല്ലിൻ്റെ ഘടനാപരമായി ഉണ്ടാകുന്ന ഏത് സ്ട്രക്ചറിൽ നിന്നും പെയിൻ വരാം. പ്ലസ് ഇതൊന്നും കൂടാതെ വളരെ വിരളമായിട്ട് നമ്മുടെ വയറിനകത്തുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഒരു വയറിനകത്തുള്ള ഒരു വളർച്ച, അതെല്ലാം ബാക്ക് പെയിൻ ആയിട്ട് നമുക്ക് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യാം. സോ നമുക്ക് കാലുവേദന പലപ്പോഴും നടുവേദനയായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ അപ്പോൾ നടുവേദന മാറിക്കഴിഞ്ഞാൽ ഈ കാലുവേദന ഉണ്ടാവുമോ? അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നടുവേദനയുടെ കൂടെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ കാലുവേദനയും പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഒരുപക്ഷെ ഡിസ്ക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഡിസ്ക് നമ്മുടെ കാലിലോട്ട് പോകുന്ന ഞരമ്പുകളിൽ തട്ടിയിട്ട് ഞരമ്പുകൾക്ക് പ്രഷർ ഉണ്ടാകുമ്പോഴാണ് കാലിലേക്ക് വേദന വരുന്നത്. നമ്മൾ കോമൺ ലാംഗ്വേജിൽ സയാറ്റിക്ക എന്ന് പറയും. പക്ഷേ എല്ലാ കാലുവേദനയും സയാറ്റിക്ക ആവണമെന്നില്ല. പക്ഷേ സയാറ്റിക്ക വൺ ഓഫ് ദ പോസിബിൾ റീസൺസ് ആണ് കാലുവേദനയ്ക്ക്. കാലുവേദനയാണ് ഒരുപക്ഷെ കൂടുതൽ നമ്മളെ വറി ചെയ്യിപ്പിക്കുന്നത്. അതായത് കാലുവേദന അനുഭവിക്കുന്ന ഒരു രോഗിക്ക് ഡിസ്ക് കാരണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞരമ്പുകളിൽ കുറച്ച് പ്രഷർ ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണം കൂടിയാണ് കാലുവേദന. അപ്പോൾ നമ്മൾ നടുവേദനയ്ക്ക് ക്യൂർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കാലുവേദനയെ എലിമിനേറ്റ് ചെയ്യോ, അതോ അത് പിന്നെ ഉണ്ടാവുമോ? യൂഷ്വലി നമ്മൾ ക്യൂർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഡിസ്കിൻ്റെ യൂഷ്വൽ വെയർ ആൻഡ് ടയർ അതൊരു ഏജ് റിലേറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസ്കിൻ്റെ വേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് പെയിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ ഡിസ്ക് ഒരു പക്ഷേ തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നില്ല. പക്ഷേ അതിൻ്റെ മറുവശമുണ്ട്. അതായത് ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ നടുവേദനയൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഡിസ്കിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി കാണും. അത് ഏജ് റിലേറ്റഡ് ആണ്, അത് റിവേഴ്സിബിൾ അല്ല. അപ്പോൾ ക്യൂർ എന്നുള്ള വാക്കിനേക്കാൾ ഒരുപക്ഷെ നമുക്ക് കൺട്രോൾ എന്നുള്ളൊരു വാക്കായിരിക്കും കൂടുതൽ ആപ്റ്റ്. ഇപ്പം നമുക്ക് നടുവേദന ഏതെങ്കിലും ഒരു ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അത് ജനങ്ങളെ പലപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് ചോദിച്ചത് വളരെ കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും നടുവേദനയേക്കാൾ ആക്ച്വൽ വറി ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങളാണോ. ക്യാൻസർ തരത്തിലുള്ള രോഗങ്ങൾ നടുവേദനയായിട്ട് പ്രത്യക്ഷപ്പെടാം, പക്ഷേ അത് വളരെ വളരെ വിരളമാണ്. ഇപ്പോൾ നമ്മളൊരു 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 90% നടുവേദനകളും ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. പക്ഷേ വളരെ വിരളമായിട്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും നടുവേദനയായിട്ട് രോഗികൾക്ക് പ്രസൻറ്റ് ചെയ്യാം.
ഇപ്പോൾ നമുക്ക് സാധാരണ വരുന്ന നടുവേദനകളുണ്ട്, ചിലപ്പോൾ അത് കുറച്ച് സമയത്തേക്ക് മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ഭാഗമായിട്ട് ചില സ്ത്രീകൾക്ക് നടുവേദന പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ നമുക്ക് ചില നടുവേദനകൾ നമ്മൾ എന്തായാലും കൺസൾട്ട് ചെയ്തേ പറ്റൂ, അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. അങ്ങനെയുള്ള നടുവേദനകൾ ഏതൊക്കെയാണ്? എക്സാക്ട്ലി ആ തരം നടുവേദനകൾക്കാണ് നമ്മൾ റെഡ് ഫ്ലാഗ്സ് എന്ന് വിളിക്കുന്നത്. റെഡ് ഫ്ലാഗ്സ് ഉള്ള നടുവേദനയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരു നോർമൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സാധാരണ നടുവേദന യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിലും കുറച്ച് സമയം കൊടുത്താൽ യൂഷ്വലി ബെറ്റർ ആവും. ഇപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക, അത്യാവശ്യം വേണ്ട മരുന്നുകൾ കഴിക്കുക, കുറച്ച് ആക്റ്റീവ് ആവുക, തടി കുറയ്ക്കുക, അതെല്ലാം ചെയ്താൽ ബഹുഭൂരിപക്ഷം നടുവേദനകളും കുറയും. ഇങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്തിട്ടും കുറയാത്ത നടുവേദന അത് ഒരുപക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് എക്സ്ട്രീംസ് ഓഫ് ഏജ്, അതായത് വളരെ പ്രായം ചെന്ന ആളുകളിൽ വരുന്ന പുതിയൊരു നടുവേദന, അതുപോലെ കുട്ടികളിൽ വരുന്ന നടുവേദന, ഇതെല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അവരിൽ സാധാരണ അങ്ങനെ കാണില്ല. ഇപ്പോൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന നടുവേദനയുണ്ടെങ്കിലും പ്രായമായ ഒരു രോഗിയിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ഇപ്പോൾ റീസെൻ്റ്ലി പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു നടുവേദന നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് ഇപ്പോൾ കാലുവേദന കൂടെ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ കാലിലേക്ക് നെർവുമ പ്രഷർ ഉണ്ടെങ്കിൽ അത് കാലുവേദന ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ മുൻപ് ട്യൂമറുകൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഒരാൾ, അതായത് ഒരു പണ്ടെങ്ങാനും ഒരു ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ ഒരു ഓവേറിയൻ ക്യാൻസറോ ഏതെങ്കിലും തരത്തിലുള്ള മാലിഗ്നൻസീസ് മുൻപ് ചികിത്സിച്ച് സിംറ്റം ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ പോലും ഒരു ഫ്രഷ് ഓൺസെറ്റ് നടുവേദന വരികയാണെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ചില മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രോഗികൾക്ക് നടുവേദന വരാം. അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റീറോയിഡ്സ്, ഇപ്പോൾ ലോങ് ടേം ആർത്രൈറ്റിസിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡ്സൊക്കെ ബോണിൻ്റെ സ്ട്രെങ്ത്ത് കുറയ്ക്കാം. അപ്പോൾ അതും ചിലപ്പോൾ നടുവേദനയുടെ കാരണമാകാം. പിന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇമ്മ്യൂണോ സപ്രസ്, അതായത് പ്രതിരോധശക്തി കുറവുള്ള ആളുകൾ, ഡയബറ്റിക് പേഷ്യൻസ്, കീമോതെറാപ്പി എടുക്കുന്ന രോഗികൾ, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, ലിവർ ഡിസീസുള്ള രോഗികൾ, ഇവർക്കൊക്കെ ഇൻഫെക്ഷൻസൊക്കെ കുറച്ചുകൂടെ ഫ്രീക്വൻ്റായിട്ട് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ വേറെ അസുഖങ്ങളും കൂടെ ഉള്ള രോഗികൾ ഒരുപക്ഷെ നടുവേദന വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ റെഡ് ഫ്ലാഗ്സ് നമ്മളെപ്പോഴും അധികം ഡിലേ ഇല്ലാതെ ചികിത്സ തേടേണ്ടതാണ്. പിന്നെ കുട്ടികളിലും മുതിർന്നവരിലും തീരെ പ്രായം കുറഞ്ഞ കുട്ടികളിൽ നടുവേദന വെർച്വലി അൺനോൺ ആണ്, വളരെ കുറവാണ്. അപ്പോൾ കുട്ടികളിൽ വരുന്ന നടുവേദന നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രായമായുള്ളവരിൽ റീസെൻ്റ്ലി വരുന്ന നടുവേദന, അതായത് പഴക്കം ചെന്ന നടുവേദനകളെ വലിയ പ്രാധാന്യമില്ല, പക്ഷേ ഇപ്പോൾ നടുവേദനയില്ലാതെ നടന്നിരുന്ന ഒരു പ്രായമായ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷൻ പെട്ടെന്നൊരു റീസെൻ്റ് ഓൺസെറ്റ് ആയിട്ടൊരു നടുവേദന വരികയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും. ഇപ്പോൾ കുറേ പേരൊക്കെ വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് പലകക്കട്ടിൽ യൂസ് ചെയ്യണത്. അതിലെന്തെങ്കിലും പലകക്കട്ടിൽ മാത്രമല്ല, ഇടയ്ക്ക് പില്ലോസിന്റെ പൊസിഷൻസ് നമ്മൾ കാലിന്റെ ഇടയിൽ വെക്കുക, കാലിന്റെ താഴെ വെക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ നടുവേദന? എനിക്ക് തോന്നുന്നത് ഈ പരസ്യങ്ങളിലൊന്നും അധികം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഏറ്റവും ഫേം ആയിട്ടുള്ളൊരു മാട്രസ് നല്ലതാണ്. അതായത് പലകക്കട്ടിലിൽ കിടക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഹാർഡ് സർഫസിൽ കിടക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല പലകക്കട്ടിലിൽ കിടന്നത് കൊണ്ട് ബാക്ക് പെയിൻ ഇല്ലാതാവുന്നത്. പക്ഷേ അതിനൊരു മറുവശം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തീരെ സപ്പോർട്ടില്ലാത്ത വല്ലാതെ കുഴിഞ്ഞു പോകുന്ന മാട്രസ്, അങ്ങനത്തെ മാട്രസ് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ സ്പൈനിനൊരു നോർമൽ ഷേപ്പ് ഉണ്ട്, അതിന് വിപരീത രീതിയിൽ പോകുന്ന മാട്രസുകളൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. പക്ഷേ ഒരു പലകക്കട്ടിലിനേക്കാൾ ഞാൻ പ്രോബബ്ലി അഡ്വൈസ് ചെയ്യുക ഒരു ഫേം ആയിട്ടുള്ള ഒരു മാട്രസ്. അതുപോലെ തന്നെ ചെയറും. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന രോഗികൾക്കാണ് കൂടുതൽ ബാക്ക് പെയിൻ കാണുക. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ചെയർ സെലക്ട് ചെയ്യുകയാണ് നല്ലത്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെയർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ബാക്ക് പെയിനൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. പില്ലോൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പില്ലോ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്ന് നിർബന്ധിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ചെരിഞ്ഞ് കിടക്കുമ്പോൾ മിക്കവാറും നമുക്ക് പില്ലോ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഒരു തിൻ പില്ലോ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ഹെവി പില്ലോസ് ഉപയോഗിച്ച് കഴുത്ത് വല്ലാതെ വളച്ച് നിന്ന് വായിക്കുന്നതൊക്കെ ഒരുപക്ഷെ കുറച്ച് സ്ട്രെയിൻ. നമ്മൾ കാലിന്റെ മിഡിലിൽ വെക്കുക, താഴ്ഭാഗത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്യുമോ? ശരി, അത് ആക്ച്വലി കാലുവേദന ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലാതെ ബാക്ക് പെയിനായിട്ട് അത് ബാക്ക് പെയിനിന് വലിയ ഹെൽപ്പില്ല. പക്ഷേ നമുക്ക് മുട്ടിന് ചുവട്ടിൽ ഒരു പില്ലോ വെച്ചാൽ ചില ആൾക്കാർക്ക് കുറച്ച് റിലീഫ് ഉണ്ടാവും. അതിന് ഈക്വലൻ്റ് ആണ് ചെരിഞ്ഞ് കിടക്കുന്നത്. ചെരിഞ്ഞ് കിടന്ന് കാല് മടക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ ഏത് പോസ്ചറിൽ നമ്മൾ കിടക്കുന്നു അല്ലെങ്കിൽ അതൊന്നും വലിയ പ്രയാസമില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടക്കുകയാണ് നല്ലത്. ഇരിക്കുന്നത് കഴിയുന്നത് അപ്രൈറ്റ് ആയിട്ടിരിക്കുകയാണ് നല്ലത്. എന്നുവെച്ചാൽ വല്ലാതെ സാഗ് ചെയ്യാതെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയറിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഇരിക്കുന്നതാണ് സാധാരണ ബാക്ക് പെയിൻ കൂടുതലായിട്ട്
ഉണ്ടാക്കാൻ കാരണമാവണത്. അപ്പൊ നമ്മൾ സർ പറയണത് ഫേം ബെഡ്സ് ആണ് കുറച്ചും കൂടെ, എടുക്കാൻ എല്ലാവർക്കും സ്പോഞ്ച് ആയിരിക്കും കുറച്ചും കൂടെ കറക്റ്റ്. അല്ല, ഹാർഡ് ആവണം എന്നില്ല, പക്ഷെ വല്ലാതെ കുഴിഞ്ഞു പോകുന്ന മാട്രസുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ബെഡിനെ പറ്റിയും പില്ലോനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നിലത്തിരുന്ന്, പണ്ടൊക്കെ ഇപ്പം നമ്മൾ ഡൈനിങ് ടേബിളാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. പണ്ട് നിലത്തിരുന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. അതുകൊണ്ടായിരിക്കാം പണ്ടത്തെ ആളുകൾക്ക് ഇത് ഇല്ലാത്തതെന്നൊക്കെ ഉള്ളൊരു കാര്യമുണ്ട്. അത് മിസ്കൺസെപ്ഷൻ ആണോ, അത് അതിലെന്തെങ്കിലും കാര്യം? ആക്ച്വലി ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ആർക്കും ചെയറിലിരുന്ന് ഇപ്പോൾ നിലത്തിരുന്ന് പരിചയമില്ല. ഇപ്പോൾ ഓണത്തിന് നിലത്തിരുന്ന് കൊണ്ടുവന്നതാണ് നമ്മൾ ആകെ കൂടെ ചെയ്യുന്ന ഒരു നിലത്തിരുന്നിട്ടുള്ള കാര്യം. പക്ഷേ ഒരുപക്ഷെ സ്ഥിരം ചെയ്യാത്ത ഒരാൾക്ക് നിലത്തിരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, നിലത്ത് അവർക്ക് ഇരിക്കാൻ സാധിക്കുന്നത് അവരുടെ സ്പൈനിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്പൈനിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ആക്ച്വലി സ്പൈനിൻ്റെ ഫ്ലെക്സിബിലിറ്റി മോശമാക്കുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ പുതിയതായിട്ട് ഇരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് കയറി ഇരിക്കാതിരിക്കുന്നുണ്ട്. എന്ത് പുതിയ ആക്ടിവിറ്റിയും സ്പൈനിന് കുറച്ച് സമയം കൊടുക്കുകയാണ് നല്ലത്. ഒറ്റ ഇരിപ്പിന് ഇപ്പോൾ ഫസ്റ്റ് ഡേ പോയി കുറേ നേരം നിലത്തിരുന്നാൽ നമുക്ക് പെയിൻ, എസ്പെഷ്യലി ചിലപ്പോൾ ടെയിൽ ബോൺ പെയിൻ ഒക്കെ വന്നുകൂടാ. ടെയിൽ ബോൺ പെയിൻ കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അത് എന്താണ്? വളരെ കോമൺ അല്ലേ? കുറച്ച് കോമൺ ആണ്. നമ്മൾ ഇരിക്കുന്നത് കൊണ്ടായിരിക്കണം, കുറേ സമയം നമ്മൾ ഇരിക്കുന്നത് കൊണ്ടായിരിക്കണം ഈ ടെയിൽ ബോൺ പെയിൻ. എസ്പെഷ്യലി കുറേ പേര് പറയുക എപ്പോഴും ഒരു വീഴ്ച വന്നു, വീണിട്ട് ആ ടെയിൽ ബോൺ ഹിറ്റ് ചെയ്തു, അതിനുശേഷം പെയിൻ മാറിയിട്ടില്ല, എക്സ്റേയിൽ ഫ്രാക്ചർ ഒന്നുമില്ല. അപ്പോൾ നമ്മളും പലപ്പോഴും എക്സ്റേയും സ്കാനും ഒക്കെ ചെയ്ത് നോക്കും, അതിനകത്ത് ഫ്രാക്ചർ ഒന്നും കാണില്ല. അപ്പോൾ ഇത് ബേസിക്കലി അവിടെ എന്തെങ്കിലും ഒരു നീർക്കെട്ട ഒരു ഇൻഫ്ലമേഷൻ നടക്കുന്നതായിരിക്കും. യൂഷ്വലി അതിന് റെസ്റ്റ് മതി. അത് അധികം നേരെ ഇരിക്കാതിരിക്കുക. ഇരിക്കുന്നത് കഴിയുന്നതും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുഷനിലോ, അങ്ങനത്തെ കുഷൻസ് വാങ്ങാനും കിട്ടും, അങ്ങനത്തെ ഒരു യൂസ് ചെയ്യാം. അതിൽ കുറയുന്നില്ലെങ്കിൽ മാത്രം നമ്മളൊരു ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും പൊതുവേ ഇരിക്കുന്ന സമയം കുറയ്ക്കുകയും ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുകയും ചെയ്താൽ ഇങ്ങനത്തെ പെയിൻസ് കുറയാറുണ്ട്. നട്ടെല്ലിൻ്റെ വളവ് കാരണം നടുവേദന കുട്ടികളിലോ മുതിർന്നവർക്കൊക്കെ കണ്ടുവരാറുണ്ടോ? യൂഷ്വലി ഈ നട്ടെല്ലിൻ്റെ വളവ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നത് കുട്ടികളിലാണ്. പ്രായമായിട്ടുള്ളവരിൽ പുതിയതായിട്ട് വളവ് വരാം, അത് പക്ഷേ വളരെ റെയറാണ്. യൂഷ്വലി നമ്മൾ പ്രായമായവരിൽ കാണുന്ന വളവുകൾ പോലും ചെറുപ്പത്തിലേ ഉണ്ടായതായിരിക്കും. ബഹുഭൂരിപക്ഷം വളവുകളും പെയിനൊന്നും ഉണ്ടാക്കില്ല. എസ്പെഷ്യലി കുട്ടികളിൽ അവർ വരുന്നത് തന്നെ യൂഷ്വലി ആ വളവ് കാരണമാണ്, പെയിൻ കാരണമായിരിക്കില്ല. പിന്നെ ചിലപ്പോൾ പാരൻസ് എല്ലാം ഇങ്ങനെ വളവിനെ പറ്റിയൊക്കെ ചോദിച്ച് അവർക്ക് പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്നുണ്ടോ. പക്ഷേ മെജോറിറ്റി ഓഫ് കുട്ടികളിലും നട്ടലിൻ്റെ വളവ് വേദനയായിട്ട് പ്രത്യക്ഷപ്പെടില്ല. സ്കോളിയോസിസ് എന്നാണ് ഇതിന് പറയുക. പക്ഷേ പ്രായമാവും തോറും നമുക്ക് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈവൻ സ്ട്രെയിറ്റ് സ്പൈനുള്ള ഒരാൾക്കും പ്രായമാകുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണും. അപ്പോൾ ചെറിയൊരു കർവ്ഡ് സ്പൈനുള്ള ഒരാൾക്ക് കുറച്ചുകൂടെ പെയിൻ കാണുമായിരിക്കും, പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കേണ്ട ആവശ്യമില്ല. പൊതുവേ ഈ വളവുകൾ കുട്ടികളിലാണ് കാണുക, കുട്ടികൾ ചെറുപ്പത്തിലേ കാണും. സ്കോളിയോസിസ് പക്ഷേ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്കോളിയോസിസ് എസ്പെഷ്യലി വളരെ ചെറിയ കുട്ടികൾ, അതായത് പ്രായപൂർത്തിയാവാത്ത പീരിയഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് കാണുന്ന വളവുകൾ വളർച്ചയോടനുബന്ധിച്ച് അത് പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ അത് ഒരു 40 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ സർജറിയൊക്കെ വേണ്ടി വരും. പക്ഷേ ചെറിയ വളവുകൾ നമുക്ക് സേഫായിട്ട് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ലോവർ ബോഡിയും അപ്പർ ബോഡിയും ഉണ്ടല്ലോ, അതിന്റെ രണ്ടിന്റെ സ്പൈനിൽ ഉള്ള വളവുകളിൽ ഡിഫറൻസ് ഉണ്ടാവോ? ചിലർക്ക് ലോവർ ബോഡിയിൽ വരിക, അങ്ങനത്തെ വ്യത്യാസങ്ങൾ? വളവുകൾ സിംഗിൾ കർവായിട്ട് വരാം, പക്ഷേ യൂഷ്വലി ഒരു കോമ്പിനേഷനാണ്. ഒരു വളവ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ബോഡി കോമ്പൻസേറ്ററി കർവ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ പക്ഷേ അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണുക. എക്സ്റേയിൽ നമുക്കത് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ വളവുകൾക്ക് യൂഷ്വലി നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. അതായത് 40 ഡിഗ്രീസ് വരെ വളവ് ഒക്കെ അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ പലപ്പോഴും ലോവർ കർവ്സ്, ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ താഴെയുള്ള കർവ്സ് ചില ആൾക്കാരിൽ കോസ്മെറ്റിക്കലി അത്ര നല്ലതായിരിക്കും. അപ്പോൾ മെഡിക്കൽ റീസൺസ് അല്ലെങ്കിൽ ഇപ്പോൾ കോസ്മെറ്റിക്കലി അതൊരു അൺഅക്സെപ്റ്റബിൾ ഡിഫോമിറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം നല്ലത്. പക്ഷേ സർജിക്കലി ആയിരിക്കും കറക്റ്റ് ചെയ്യുക. വളരെ ചെറിയ വളവുകൾ മാത്രമേ ബ്രേസ്, ബെൽറ്റൊക്കെ ഉപയോഗിച്ച് ചികിത്സിക്കാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും ആളുകളെ ഇപ്പോൾ എക്സസൈസസിനെ പറ്റി, യോഗനെ പറ്റിയൊക്കെ കുറച്ചും കൂടെ അറിവുണ്ട് അവർക്ക്, അല്ലെങ്കിൽ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അങ്ങനെയൊക്കെ ഡയറക്ട്ലി പോയി ഒരു പേഴ്സണൽ ട്രെയിനറെ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും പോവുക അല്ലേ? അതിന്റെ മുന്നേ നമ്മളുടെ ബോഡിക്ക് എന്തെങ്കിലും ഡിഫോർമേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പെർസിസ്റ്റന്റ്ലി നടുവേദന ഉണ്ടോ എന്നുള്ളൊരു കൺസൾട്ടേഷൻസ് ആരും ചെയ്യാറില്ല. അപ്പോൾ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഗോ ഫോർ എ കൺസൾട്ടേഷൻ ബിഫോർ ജോയിനിങ്? അങ്ങനെ ആക്ച്വലി നമുക്ക് ഒരു റുട്ടീൻ കൺസൾട്ടേഷൻ വേണമെന്നൊന്നുമില്ല. അതായത് ഇപ്പോൾ ആക്ച്വലി പെയിൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ഒരു എക്സസൈസോ അല്ലെങ്കിൽ യോഗയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇൻ ജനറൽ ബാക്ക് പെയിൻ ഉള്ള ഒരാളാണെങ്കിൽ യോഗയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് പോവുകയായിരിക്കും നല്ലത്. പണ്ടുള്ള ഒരാളായിരുന്നു, അദ്ദേഹത്തിന് ഇപ്പം ഇല്ല, അങ്ങനെയാണെങ്കിൽ കൺസൾട്ട് ചെയ്യണം. ഐ തിങ്ക് സോ. എനിക്ക് തോന്നുന്നത് ഒരു പുതിയൊരു ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ
പക്ഷേ ഇൻ ജനറൽ യോഗ, സ്പൈനൽ എക്സസൈസസ്, ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം നല്ലതാണ്. ഓക്കെ. പക്ഷേ ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത് അത് പേഷ്യൻ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം ചെയ്യുകയാണ് നല്ലത്. അതായത് ഇപ്പോൾ യോഗ, ഇപ്പോൾ സൂര്യനമസ്കാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെയിൻലെസ് ആയിരിക്കണം. ഈ ചെയ്യുന്ന പേഴ്സണ് ബുദ്ധിമുട്ടുണ്ടാകാതെ ചെയ്യാൻ പറ്റണം. പക്ഷേ വേദന കടിച്ചു പിടിച്ച് യോഗ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ യോഗ ആസ് സച്ച് ഇൻ ജനറൽ നല്ലതാണ്. പൊതുവേ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഡാൻസിങ്, റെഗുലർ സ്വിമ്മിങ്, ഇതെല്ലാം ബാക്കിന് വളരെ നല്ലതാണ്. അപ്പോൾ അത് എൻകറേജ് ചെയ്യുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇൻ ജനറൽ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിഫോമിറ്റി അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഇതിന് മുൻപേ ഉള്ള ഡിസീസ് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നടുവിന് വേദന ഉണ്ടെങ്കിൽ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പോവുകയായിരിക്കും നല്ലത്. ആൻഡ് ഈ ട്രെയിനറിനെ പറ്റി ചോദിച്ചു. ട്രെയിനറിനെ ഹയർ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണലിനെ ഹയർ ചെയ്യുക. അത് കഴിഞ്ഞ് അവരോട് നമ്മളുടെ മെഡിക്കൽ കണ്ടീഷൻസ് പറയണം. അപ്പോൾ അവർക്കും അറിയാം എന്ത് ടാർഗറ്റിലേക്കാണ് ആളെ എത്തിക്കേണ്ടത്. നമ്മൾ പൊതുവേ ഒരു ആദ്യം പോയി കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് സജസ്റ്റ് ചെയ്യണ കാര്യം ഒന്നെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ MRIs സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ MRI എപ്പോഴാണ് ഇതിന് അത്യാവശ്യമായിട്ട് വരുന്നത്? യൂഷ്വലി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ ഒരു സാധാരണത്തെ സിമ്പിൾ ബാക്ക് പെയിൻ, ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ റീസെൻ്റ് ഒരാഴ്ചയായിട്ടുള്ള ബാക്ക് പെയിനൊന്നും ഇൻവെസ്റ്റിഗേഷൻസ് ഇങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഈവൻ എക്സ്റേ പോലും ഉടനെ ആവശ്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റെഡ് ഫ്ലാഗ്സ് ഉള്ള ബാക്ക് പെയിൻ മാത്രമേ ഇമ്മീഡിയറ്റ്ലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മളൊരു എക്സസീവ് ഭാരം എടുത്തപ്പോൾ ഒരു ബാക്ക് പെയിൻ വന്നു, കുറച്ച് റെസ്റ്റ് എടുത്താൽ ബഹുഭൂരിപക്ഷം ബാക്ക് പെയിൻസും കുറയും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സിമ്പിൾ മെഡിക്കേഷൻസ്, റെസ്റ്റ്, ആക്ടിവിറ്റി, വെയിറ്റ് റിഡക്ഷനൊക്കെ ചെയ്താൽ ഒട്ടുമിക്ക ബാക്ക് പെയിനും കുറയും. എന്നിട്ടും കുറയാത്ത ബാക്ക് പെയിനുകളുണ്ടെങ്കിൽ നല്ലത് ഇൻവെസ്റ്റിഗേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സ്റേസ് നമുക്ക് ബോണിനെ പറ്റി കാണിച്ചു തരാൻ വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ സിമ്പിൾ ബാക്ക് പെയിൻസിനൊക്കെ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ തന്നെയാണ്. ചില അവസരത്തിൽ കാലുവേദന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും റെസ്പോണ്ട് ചെയ്യാത്ത ബാക്ക് പെയിൻസ് നമുക്ക് MRI ചെയ്യേണ്ടി വരും. MRI ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ചേഞ്ചസ് MRIയിൽ കാണുന്നത് ഏജ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ എനിക്ക് ഒരു MRI ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചേഞ്ചസ് എൻ്റെ MRIയിലും കാണും. വളരെ ചെറിയ ചെറുപ്പക്കാരിൽ ചിലപ്പോൾ കാണില്ലായിരിക്കും. പക്ഷേ ഡിസ്ക് ഡീജനറേഷൻ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് നമ്മൾ പറയുന്നത് MRI ഫൈൻഡിങ് പലർക്കും ഉള്ളതാണ്. അപ്പോൾ അത് വേദനയുടെ കാരണമാവണമെന്നില്ല. അപ്പോൾ ആക്ച്വലി ഈ നെർവ് റിലേറ്റഡ് പെയിൻസ്, അങ്ങനത്തെ പെയിൻ അല്ലെങ്കിൽ നോർമൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും റെസ്പോണ്ട് ചെയ്യാത്തൊരു ബാക്ക് പെയിനിന് മാത്രമേ MRI നമ്മൾ ഇമീഡിയറ്റ്ലി സജസ്റ്റ് ചെയ്യാറുള്ളൂ. MRI പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ MRIയുടെ റിപ്പോർട്ടിൽ റേഡിയോളജിസ്റ്റ് അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കത് എഴുതും, അവർ ഡിസ്ക് ഡീജനറേഷൻ എല്ലാം എഴുതും. അപ്പോൾ പല രോഗികളും പലപ്പോഴും ചെയ്യാറില്ല എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് വായിച്ചു നോക്കി അതിൽ വളരെ വറീഡ് ആവാറുണ്ട്. അതായത് പലതും ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ആയിരിക്കും, ഈ വേദനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫൈൻഡിങ്സ് ആയിരിക്കും. അപ്പോൾ MRI റിപ്പോർട്ട് വായിച്ച് അതിലത്തെ വാക്കുകൾ കണ്ട് പേടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ നടുവേദനകളിൽ ചിലതൊക്കെ സർജറി ചെയ്താലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെയുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് അധികവും നോൺ ഓപ്പറേറ്റീവ് ആണ്, സർജറി അല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സ് ആണ്. സർജറി ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നോൺ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ സർജറി അല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുറയാത്ത വേദനകൾക്കാണ്. ഇൻ ജനറൽ നട്ടെല്ലിന് സർജറി ചെയ്താൽ ലെഗ് പെയിൻ പെട്ടെന്ന് കുറയും. പക്ഷേ ബാക്ക് പെയിൻ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേയ്മാനം തുടരുന്നത് കൊണ്ട് ബാക്ക് പെയിൻ കുറച്ചൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർക്ക് അസഹ്യമായ ലെഗ് പെയിൻ, കാലിന് ബലക്കുറവ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ സർജറി വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ ചില ആൾക്കാർക്ക് നട്ടെല്ലിന് ഇളക്കമുണ്ടാകാം, ഇൻസ്റ്റെബിലിറ്റി, അതായത് ഒരു അൺസ്റ്റേബിൾ സ്പൈൻ ആയിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷനിലും സർജറി വളരെ ബെനിഫിഷ്യലാണ്. ഇൻ ജനറൽ ഇങ്ങനത്തെ കണ്ടീഷൻസിലാണ് സർജറി ആവശ്യമായി വരിക. ഒരു മെജോറിറ്റി ഓഫ് പേഷ്യൻസ്, ഒരു 75-80% സർജറി ഒന്നും വേണ്ടി വരില്ല. ഇപ്പോൾ നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുമല്ലോ, ഇപ്പോൾ ചില സർജറികളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസിക്കൊക്കെ വേണ്ടി അതെ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കും. അപ്പോൾ അത് നടുവേദനയ്ക്ക് എന്തെങ്കിലും രീതിയിൽ കാരണമാവുണ്ടോ? അത് പല രോഗികളും നമ്മളോട് സംശയമായിട്ട് ചോദിക്കാറുണ്ട്. വളരെ സാധ്യത ഒരു സ്പൈനൽ അനസ്തേഷ്യ കാരണം നടുവേദന ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഒരു അനസ്തെറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന നീഡിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ വളരെ തിൻ നീഡിലാണ്. നമ്മൾക്ക് എത്രയോ തവണ നമ്മൾ ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും വേദന നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ലല്ലോ. അതേസമയം ഇത് അതിനേക്കാളൊക്കെ വളരെ നേരിയ ഒരു നീഡിൽ വെച്ച് തരുന്നൊരു ഇഞ്ചക്ഷൻ നമ്മുടെ നടുവേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ മിസ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു 10 കിലോ വെയിറ്റ് കൂടിയതോ നമ്മൾ ഇനാക്റ്റീവ് ആയതോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആ സ്പൈനൽമയാണ് നമ്മളുടെ അറ്റൻഷൻ മുഴുവൻ. അപ്പോൾ ഇൻ ജനറൽ ഒരു സ്പൈനൽ അനസ്തീഷ്യ കാരണം വേദന ഉണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ എനിക്കൊരു കാലിനൊരു സർജറി വേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് സ്പൈനൽ വേണോ GA വേണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അനസ്തറ്റിസ്റ്റ്
പറയുന്ന കാര്യം ചെയ്തോട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുക. പക്ഷേ ഇൻ കേസ് എനിക്കൊരു ചോയ്സ് തരാണെങ്കിൽ ഞാൻ എൻ്റെ നട്ടലിനെ കുത്തിക്കോളാനും പറയും. സ്പൈനലിന് ചെയ്തോളാൻ പറയും, ബിക്കോസ് വേറെ പ്രശ്നങ്ങളൊന്നും അത് എനിക്ക് അത് കാരണം നടുവേദന ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ നടുവേദനയുടെ കാരണം കൊണ്ട് തന്നെയാണോ ചിലർക്ക് കാലുവേദന പറഞ്ഞു, നമ്മൾ കാലിൽ നീരുണ്ടാവും? അത് ആക്ച്വലി വളരെ കറക്റ്റാണ്. കുറേ രോഗികൾ നമ്മുടെ കാലത്ത് നീര് നടുവിൻ്റെ വേദന കാരണമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് വളരെ അൺലൈക്ലി ആണ്. എന്താണെന്ന് വെച്ചാൽ സാധാരണ നടുവിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞരമ്പുകൾ ആക്ച്വലി രക്തധമനികളല്ല, അതിലൂടെ ബ്ലഡൊന്നും ഒഴുകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് വന്ന് കാലിൽ നീര് വരാനൊന്നും സാധ്യതയില്ല. അത് വെയിനുകളിലാണ് ബ്ലോക്കൊക്കെ വരുന്നത്. സാധാരണ നട്ടെല്ലിൻ്റെ പ്രശ്നം കൊണ്ട് കാലിൽ നീര് വരാൻ സാധ്യതയില്ല. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞൊരു ഇത് വളരെ കോമൺ ആണ്, അതെന്താണെന്നൊന്ന് പറയാം? ഓസ്റ്റിയോപോറോസിസിൻ്റെ ആക്ച്വൽ മലയാളം വാക്ക് കുറച്ച് കടുപ്പത്തിലുള്ളതാണ്. അസ്ഥി ശോഷണം എന്നാണ് പറയുന്നത്, നമ്മളെല്ലാവരും ഓസ്റ്റിയോപോറോസിസ് എന്നാണ് പറയുക. പക്ഷേ അത് വളരെ കോമൺ ആണ്, വളരെ വളരെ കോമൺ ആണ്. നമ്മൾ അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്, അധികം പേരും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ അധികം പേരും ബോൺ ക്വാളിറ്റി നല്ലതല്ല. അപ്പോൾ സാധാരണ മെനോപോസിൻ്റെ സമയത്ത് സ്ത്രീകൾക്ക് ഹോർമോണൽ ചേഞ്ചസ് കാരണം ഒരു സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് ബോൺ ഉണ്ട്. ഏജിങ് എല്ലാവരെയും ബാധിക്കും. ഓസ്റ്റിയോപോറോസിസ് പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കും. പക്ഷേ സ്ത്രീകളെ ഏകദേശം മെനോപോസിൻ്റെ അടുത്ത് കുറച്ചധികം ബാധിക്കും. അപ്പോൾ മെനോപോസിൻ്റെ സമയത്തും ഓസ്റ്റിയോപോറോസിസ് വരാം. അതുകൂടാതെ പ്രായമായിട്ട് എൽഡർലി ആകുമ്പോഴും ഓസ്റ്റിയോപോറോസിസ് വരാം. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പെയിനാണ്, ഓസ്റ്റിയോപോറോസിന് പെയിൻ ഉണ്ടാകാം. രണ്ട്, ഏർലി ഫ്രാക്ചേഴ്സ്. അതായത് ഇപ്പോൾ സാധാരണ ഒരാൾ വീണാൽ ഒന്നും സംഭവിക്കാത്തൊരു വീഴ്ച പോലും ഓസ്റ്റിയോപൊറോട്ടിക് ആയിട്ടുള്ള ഒരു ലേഡിയിൽ ചെറിയൊരു വീഴ്ച പോലും ഫ്രാക്ചർ ഉണ്ടാക്കാം. ആ ഫ്രാക്ചേഴ്സ് കഷ്ടകാലത്തിന് ഹിപ്പിലൊക്കെ ആണെങ്കിൽ കുറേ സമയം നമുക്ക് ഈവൻ സർജറി കഴിഞ്ഞിട്ട് പോലും നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ ഫ്രാക്ചേഴ്സ് ആക്ച്വലി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വല്ലാതെ കുറയ്ക്കും. അപ്പോൾ ഒരുപക്ഷെ ഫ്രാക്ചർ വരുന്നതിന് മുൻപേ ഓസ്റ്റിയോപോറോസിസിനെ ട്രീറ്റ് ചെയ്യുകയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സർ, യങ്സ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് സർ പറഞ്ഞു വന്നു. അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എല്ലാം പറഞ്ഞു വന്നു. ഞങ്ങളുടെ കൂടെ ഇന്ന് വന്നതിന് ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.